ഹലോ, ഇത് ഞങ്ങളുടെ അമ്പലമാണ്. വീട്ടിൻ്റെ അടുത്തുള്ള ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. കുറുമ്പ് ഭഗവതിയാണ് പ്രതിഷ്ഠ. അപ്പോൾ മാർച്ച് 3-നാണ് പൂരം. അപ്പോൾ 10 ദിവസവും നല്ല പരിപാടി ഉണ്ടാവും. 11-ാം ദിവസമാണ് പൂരം വരുന്നത്. അപ്പോൾ വീഡിയോ എടുത്ത് നോക്കാൻ വേണ്ടി എടുത്തതാണ്. ആദ്യം വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിടുകയാണ്. വല്ല തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ കൂട്ടുവിളക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അത് വയ്ക്കാൻ വന്നതാണ് എല്ലാവരും. ഇതാണ് കേട്ടോ കൂട്ടുവിളക്കിൻ്റെ വിളക്ക്. ഈ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ചുറ്റും വിളക്ക് വയ്ക്കാറ്. മഴയുണ്ടായിരുന്നു, അപ്പോൾ തറയൊക്കെ നനഞ്ഞെടുക്കുകയാണ്. വിളക്ക് കത്തിക്കുമ്പോൾ അത്ര മഴയുണ്ടായിരുന്നില്ല. അത് കത്തിച്ചതിന് ശേഷമാണ് കുറച്ച് ചാറ്റൽ മഴ പെയ്തത്. അമ്പലത്തിൽ നല്ല ദീപാലങ്കാരവും ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഡാൻസ് കളിക്കുന്ന കുട്ടികളാണ്. അവർ റെഡിയായിട്ട് സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോണ മുമ്പ് അമ്മനെ തൊഴുതിയിട്ട് പോകാറിട്ട് തൊഴുതാണ് കുട്ടികൾ. ആ കുട്ടികളൊക്കെ റെഡിയായി. നല്ല ഭംഗിയില്ല അമ്പലം കാണാൻ. അമ്പലം ഒരു കുന്നത്താണ്. സ്റ്റേജ് കുറച്ചപ്പുറത്ത് താഴെ പാടത്തായിട്ടാണ്. അമ്പലത്തിൽ തിരക്ക് കമ്മിയാണ്. കാരണം എല്ലാവരും സ്റ്റേജിൽ സ്ഥലം പിടിച്ചിരിക്കുകയാണ് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട്. 7 മണിക്കാണ് പ്രോഗ്രാം തുടങ്ങണത്. അപ്പം ഞങ്ങളും പോയി കണ്ടു. ഡാൻസായിരുന്നു ഇന്ന്. പക്ഷെ കുട്ടികൾ നന്നായി കളിക്കുന്ന കുട്ടികളാണ്. നല്ല പരിപാടിയായിരുന്നു. 7 to 10 വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. 2 ഡാൻസ് വീഡിയോ എടുത്തുള്ളൂ, ബാക്കിയൊന്നും വീഡിയോ എടുത്തില്ല. കാരണം കൂടുതൽ സമയം വീഡിയോയിൽ സ്ഥലം ഉണ്ടാവില്ലല്ലോ. കൂടുതൽ സമയം എന്തിനാ എടുക്കുന്നത്, ഒറ്റ എടുത്തില്ല. പിന്നെ ഒന്നും ക്ലിയറും ഇല്ല, ഫോണിൽ ചാർജും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പ്രോഗ്രാം കണ്ടതിന് ശേഷം അമ്പലത്തിലേക്ക് പോയി തൊഴുതി. പിന്നെ അന്നദാനം ഉണ്ട് എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും. ഈ 10 ദിവസവും പൂരം ദിവസവും 2 നേരവും 3 നേരവും ഭക്ഷണമുണ്ട്. എല്ലാ ദിവസവും രാത്രി ഭക്ഷണമുണ്ട്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും ഭക്ഷണം കൊടുക്കും. അത് കഴിച്ചതിന് ശേഷമാണ് എല്ലാവരും മടങ്ങി പോവുക. പിന്നെ എല്ലാ പൂജകൾക്ക് ശേഷം കൽപ്പന ഉണ്ടാവും. വെളിച്ചപ്പാട് അറിഞ്ഞതുപോലെ കൽപ്പന പറയും. ഓരോ ആൾക്കാരുടെയും പ്രശ്നങ്ങൾ കേട്ടിട്ട് അതിനുള്ള മറുപടി പറയും. അരിയറുണ്ടാവും. അതിന് ശേഷം 10-11 മണി അതൊക്കെ കഴിയുമ്പോൾ, ചിലപ്പോൾ 11:30 ആവും. ഞങ്ങളതിനൊന്നും നിൽക്കാറില്ല. പ്രോഗ്രാം കഴിയുമ്പോൾ 10 മണിയായാൽ 10 മണിക്ക് തന്നെ പോകും. കുട്ടികൾ ഭക്ഷണം കഴിച്ചാൽ പോകുക പറയും. ശരി, ഡാൻസ് മാത്രം കാണാൻ കുട്ടികൾ വന്നുള്ളൂ. അല്ലാത്ത പരിപാടിക്കൊന്നും അവർ വരാറേ ഇല്ല. എല്ലാ ദിവസവും ഞങ്ങൾ കാണാൻ പോകും. ഞാനേട്ടനും എല്ലാ ദിവസവും കാണാൻ പോകും. നല്ല പ്രോഗ്രാമായിരുന്നു കേട്ടോ. കുട്ടികൾ നന്നായി കളിക്കുന്ന കുട്ടികളും. അമ്പലത്തിൽ നിന്ന് കുറച്ച് ദൂരെയാണ് വീട്. വീഡിയോയിൽ എന്തെങ്കിലും ആദ്യമേ വോയിസ് കൊടുക്കണം, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം.